എൻ്റെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭ വിശ്വാസികളെ, 2025 ഓഗസ്റ്റിലെ സീറോ മലബാർ സഭയുടെ സിനഡ് അതിഗംഭീരമായി പര്യവസാനിച്ചുവെങ്കിലും സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിശ്വാസിക്ക് പോലും നീതി നടത്തി കിട്ടിയില്ല എന്നുള്ള പച്ചപരമാർത്ഥം വേദനയോടെ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ പിതാക്കന്മാർ എന്തേ ഇത്രയും അധംപതിച്ചു പോയത്? 52ഓളം പിതാക്കന്മാർ 10 ദിവസത്തോളം സമ്മേളിച്ചിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സീറോ മലബാർ സഭ നിഷ്കർഷിച്ചിട്ടുള്ള ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം നടത്തുന്നതെന്ന് ഓരോ ക്രൈസ്തവരും ചിന്തിക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ സിനഡ് തന്നെയാണോ നടന്നത്? ഉചിതമായ നിരുത്തരവാദപരമായ തീരുമാനങ്ങൾ എടുക്കാതെ, യാതൊരു ഉത്തരവാദിത്വ ബോധവും കാണിക്കാതെ, നീതി നിയമവും ധാർമ്മികതയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവസാനം മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുടെയും ഒരു ലഘുലേഖ പോലെ ഒരു പ്രഹസനം കേൾക്കുകയുണ്ടായി. പ്രിയമുള്ള ബിഷപ്പുമാരെ, സിനഡ് സെക്രട്ടറി, മേജർ ആർച്ച് ബിഷപ്പ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ടു പോയത്? നിങ്ങൾക്ക് തൻ്റെ ഇടവും നട്ടെല്ലും നെഞ്ചുറപ്പും ഇല്ലെങ്കിൽ നിങ്ങൾ യഥാസ്ഥാനങ്ങൾ രാജിവെച്ച് നിങ്ങൾ പുറത്തു പോകുകയല്ലേ വേണ്ടത്? 2022 മുതൽ ഇവിടെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നു. അന്ന് ബസിലിക്ക അങ്കണത്തിൽ, ബസിലിക്കയുടെ അൾത്താരയിൽ ഏതാണ്ട് 32ഓളം വൈദികർ, വിമത വൈദികർ ചേർന്ന് ഒരു തിരുവോസ്തിയും വീഞ്ഞില്ലാതെ 16 വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്ന് പറയുന്നു. അത് വിശുദ്ധ കുർബാനയാണോ എന്ന് ദൈവം പരിശോധിക്കട്ടെ. കാരണം വാഴ്ത്തിയ ഒരു തിരുവോസ്തി ഉപയോഗിച്ച് ഒരു വിശുദ്ധ കുർബാന, അതിൽ തന്നെ ദൈവം സംപ്രീതനായിരിക്കുന്നു. അത് വിശ്വാസികൾ അത് അനുഭവിക്കുമ്പോഴാണ്, തങ്ങളുടെ നാവിൽ സ്വീകരിക്കുമ്പോഴാണ് അത് യഥാർത്ഥ വിശുദ്ധ കുർബാനയായി മാറുന്നത്. അപ്പമായി അവൻ നമ്മിൽ അലിഞ്ഞു ചേരുന്നുവെന്ന വിശ്വാസം ദൃഢമാകുന്നത് അങ്ങനെയാണ്. എന്നാൽ വാശിക്കുന്ന പോലെ അന്നത്തെ വികാരിയായിരുന്ന ഭൂതവൈലിലച്ഛനെ കുർബാന ചെല്ലിക്കുന്നയാളുടെ മർക്കടമുഷ്ടിയാൽ കുറേ സഭാവിരുദ്ധരും പൈശാചിക ശക്തി ഉൾക്കൊള്ളുന്നവരുമായിട്ടുള്ള കുറേ വിമത വൈദികർ ചേർന്ന് അന്ന് മുതൽ തുടങ്ങിയ സമരാഭാസം ഇപ്പോൾ അതിരുകൾ ലംഘിച്ച് ഉദയംപേരൂർ പള്ളിയിൽ അക്രമികൾ അഴിഞ്ഞാടുകയും വിശുദ്ധ കുർബാനയുടെ മധ്യേ വിശ്വാസികളെ മർദ്ദിക്കുകയും വൈദികരെ തെരുവിളിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതിനോടൊപ്പം ജോൺ തോട്ടം പറങ്ങുന്ന വൈദികനെ അൾത്താരിൽ നിന്നും തള്ളി താഴെയിടുകയും വിശുദ്ധ കുർബാന അർപ്പിച്ച വൈദികനെ തള്ളി താഴെയിടുന്നതിനേക്കാൾ ഹീനമായ പ്രവൃത്തി എന്താണുള്ളത്? ഇത്രയും മാരക പാപം ചെയ്തിട്ടുള്ള വൈദികരെയും അതിന് കൂട്ടുനിന്ന അൽമായരെയും ശിക്ഷിക്കേണ്ടതിന് പകരം അവരെ ഭയന്ന് മാളത്തിൽ വിളിച്ച് തട്ടിമുട്ടി സർക്കുലർ ഇറക്കുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ നമുക്ക് ആവശ്യമുണ്ടോ? ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രതികരിക്കുക. ഇത്രയും നിർഗുണനായ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ നമുക്ക് എന്തിനു വേണ്ടി? വത്തിക്കാൻ എന്തിനാണ് ഇടപെടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വത്തിക്കാൻ ഇത്ര നിഷ്ക്രിയമായിരിക്കുന്നത്? അതോ ഇനി അവിടെയും ചരടിവലികൾ നടക്കുന്നുണ്ടോ? കാരണം ഒരു വത്തിക്കാൻ ചുമതലയുള്ള, റോമിൻ്റെ ചുമതലയിലുള്ള, സീറോ മലബാർ സഭയുടെ ചുമതലയുള്ള ഒരു മെത്രാൻ, വിമതനായ ഒരു മെത്രാൻ അവിടെയുണ്ട്. ഒരു യുവവൈദികനായ ധ്യാനഗുരു അവിടെയുണ്ട്. ഇവരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ വിമത വൈദികർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൃത്യസമയത്തിന് വിശുദ്ധ കുർബാന അർപ്പിക്കാതെ ഏകീകൃത വിശുദ്ധ കുർബാന നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചൊല്ലിക്കോളാൻ ആജ്ഞാപിച്ചിട്ട് ഏകീകൃത കുർബാന നടപ്പിലാക്കും എന്ന് പറയുന്നതിൽ എന്ത് കഥയാണുള്ളത്? ഷെഡ്യൂൾഡ് ടൈമിൽ രാവിലെ 6 മണി മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ വിശുദ്ധ കുർബാന, സഭയുടെ കുർബാന, സിനഡ് നിഷ്കർഷിച്ച മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന ചെല്ലാൻ അധികാരവും അതിന് പ്രാപ്തിയുമുള്ളവർ അത് നടപ്പിലാക്കാൻ പേടിച്ചോടുന്ന കാഴ്ച നാം എല്ലാവരും എത്ര നാണക്കേടോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾ ലജ്ജിക്കുക.
ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾക്ക് അപമാനമാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും മോശമായ രീതിയിൽ സമ്പത്തിനടിമപ്പെട്ട്, ലൗകിക സുഖങ്ങൾക്ക് അടിമപ്പെട്ട്, ലോക സുഖങ്ങൾക്ക് വശം വതരായി നീതിയെ ബലി കഴിക്കുന്ന ഒരു നേതൃത്വം നമുക്ക് ആവശ്യമുണ്ടോ? വത്തിക്കാൻ ഇടപെടാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മറിമായങ്ങൾ മിന്നിമറിയുന്നതായി നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. വളരെ കൃത്യമായ വിവരങ്ങൾ വത്തിക്കാനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള വിശ്വാസികളും സഭയോടൊപ്പമുള്ള മറ്റു രൂപതകളിലെ വൈദികരും വളരെ കൃത്യമായി ഇവിടെ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങളും ആഭാസങ്ങളും സമരാഭാസങ്ങളും വിരോധാഭാസങ്ങളും വിശുദ്ധ കുർബാന അവഹേളനമൊക്കെ വത്തിക്കാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആരാണവിടെ വിമത വൈദികർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനിയും നാം അതിനെ ശ്രമിക്കാതിരുന്നാൽ എറണാകുളത്തെ അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ വിശ്വാസികൾ ഒന്നടങ്കം ഒരുപക്ഷെ ഈ സഭ വിട്ടു പോയേക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പള്ളികളിലെ ആൾ സാന്നിധ്യം കുറവാണ്, വിശ്വാസികളുടെ സാന്നിധ്യം കുറവാണ്. ഈ അസാന്നിധ്യത്തെ ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. 4-3-7 പേരുള്ള ഒരു വിശുദ്ധ കുർബാന നടത്തി, എന്തെങ്കിലും ഒരു കുർബാന നടത്തി അവർ ആത്മപുളകിതരാകുന്നു, വിശ്വാസികളെ വഞ്ചിക്കുന്നു. സഭ എന്ത് പഠിപ്പിക്കുന്നു, രൂപതാ മെത്രാനെയും മാർപ്പാപ്പയെയും അനുസരിക്കണമെന്ന് ദൃഢപ്രതിജ്ഞ വാഗ്ദാനം ചെയ്ത സഭയിലെ വൈദികർ അവർക്ക് പട്ടം കിട്ടിക്കഴിയുമ്പോൾ അവരെങ്ങനെ രാജാക്കന്മാരായി മാറുന്നു, അവരെങ്ങനെ അനുസരണക്കേട് കാണിക്കുന്നു. പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഒന്ന് ഉണർന്നെഴുന്നേൽക്കുക. അതിശക്തമായ സമരപരമ്പരകൾ മേജർ ആർച്ച് ബിഷപ്പും സിനഡ് അംഗങ്ങളും കാണാൻ പോകുന്നതേയുള്ളൂ. ഓരോ രൂപതയുടെ മുമ്പിലും സമരങ്ങൾ അരങ്ങേറും. 34 രൂപതകൾ കൈക്കൊണ്ട ആ അനുസരണ 35ാമത്തെ രൂപതയായ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത തിരസ്കരിച്ചാൽ ആ രൂപതയിലെ വൈദികർക്കെതിരെ അതിശക്തമായ നടപടി സീറോ മലബാർ സഭയും സിനഡും മേജർ ആർച്ച് ബിഷപ്പും കൈക്കൊള്ളണം. അതാണ് സഭാ നിയമം. അതല്ലെങ്കിൽ, അതിന് കഴിയുന്നില്ലെങ്കിൽ സഭാ സിനഡും മേജർ ആർച്ച് ബിഷപ്പും ഒന്നടങ്കം രാജിവെച്ച് പുറത്തു പോകണം. ഇത് വിശ്വാസികളുടെ അപേക്ഷയാണ്. നിങ്ങൾ ഈ സഭയെ ഒറ്റിക്കൊടുക്കരുത്, ഈ സഭയെ നിങ്ങൾ നശിപ്പിക്കരുത്, ക്രിസ്തുവിൻ്റെ ബലിയെ നിങ്ങൾ അവഹേളിക്കരുത്. ഈ അവഹേളനത്തിന് സെപ്റ്റംബർ 12-ാം തീയതി വെള്ളിയാഴ്ച ഒരു ആരാധന കൊണ്ട് തീരില്ല പിതാവേ. ഈ ഒരു ആരാധനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തന്നെ വെറുക്കുന്നവരുടെയും തന്നെ അവഹേളിക്കുന്നവരുടെയും മേൽ കർശന നടപടികളാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. ചമ്മട്ടി കൊണ്ടടിച്ച് പുറത്താക്കിയതുപോലെ ഇവരെ സഭയിൽ നിന്നും എന്നേക്കുമായി നിഷ്കാസനം ചെയ്യുക, ഇവരെ അതിശക്തമായ നടപടികൾക്ക് വിധേയരാക്കുക. അങ്ങനെ ഈ സഭയെ വീണ്ടെടുക്കുക, ഇതിൻ്റെ സ്വത്വം പരിപാലിക്കുക.